ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ത്രൂ ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY. PMSBYൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഓക്കെ, ആ ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ആരായിരുന്നു? നരേന്ദ്രമോദിയാണ് അല്ലേ. നരേന്ദ്രമോദിയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഇയർ ഏത് വർഷമാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2015 മെയ് 9 കൊൽക്കത്തയിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഏജ് ഗ്രൂപ്പ്, ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കാണ് PMSBY ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്ത് PMSBY ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ ആനുവൽ പ്രീമിയം പേയ്മെൻറ്റ് നടത്തേണ്ടത് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 20 രൂപ വെച്ച് വർഷം പിടിക്കും. അപ്പം 20 രൂപ കേട്ടോ. സ്കീം ഓഫേർഡ് ഓൾ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി. എല്ലാ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസും ഈ സ്കീം ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നരേന്ദ്രമോദീൻ്റെ കാലഘട്ടത്തിലാണ് ഇത് വന്നത്. 2015 മെയ് 9 കൊൽക്കത്തയിലാണ് ഇത് വന്നത്. 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 20 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. PMSBY is a flagship accidental insurance scheme of central government to provide accidental insurance cover to all citizens of India. എന്താ പറയുന്നത്? ഇന്ത്യയിലുള്ള ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീമാണല്ലേ ഇത്. ആക്സിഡൻ്റൽ ഇൻഷുറൻസ്, അത് മറക്കരുത് കേട്ടോ. സുരക്ഷാ ബീമാ യോജന എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിലുണ്ട്. സുരക്ഷ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന വാസ് ലോഞ്ച്ഡ് ഓൺ 2015 മെയ് 9. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് 2015 മെയ് 9 വന്നത്. PMSBY is an accidental insurance scheme offering accidental death and disability cover for death or disability on account of an accident. ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വരുന്ന ഡെത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട്, അതിന് വരുന്ന ഇൻഷുറൻസ് ആണ് PMSBY, അതായത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ പ്രീമിയം 20 രൂപയാണ്. ₹20 പെർ അനം പെർ മെമ്പർ. ഒരു മെമ്പറിന് 20 രൂപ വെച്ച് കേട്ടോ. അപ്പം പ്രീവിയസ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12 രൂപയായിരുന്നു. ഇപ്പം അത് 20 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, who will offer or administer the scheme? The scheme is offered or administered through public sector general insurance companies and other general insurance companies willing to offer the product with the necessary approvals on similar terms in collaboration with the participating bank. അപ്പോൾ ഇത് ആരാണ് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ഓഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി participating banks are free to engage any such general insurance company for implementing the scheme for their account holder or subscribers. എന്താ പറയുന്നത്? പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിനെ ഫ്രീ ആയിട്ട് എൻഗേജ് ചെയ്യുക അല്ലേ, ജനറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട ഇത്രേ ഉള്ളൂ. പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസാണ് ഇത് ഓഫർ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി PMSBY സ്കീം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾ ഇൻഡിവിജ്വൽസ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് account holder in the age group of 18 to 70 years in participating bank or post office will be entitled to join. എന്താ പറയുന്നത്? 18-നും 70-നും ഇടയിലുള്ള ഏജ് ഗ്രൂപ്പ് വരുന്ന ആർക്കും എന്ത് ചെയ്യാം? എല്ലാ ഇൻഡിവിജ്വൽസിനും ബാങ്ക് അക്കൗണ്ടോ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ഉള്ള ആർക്ക് വേണമെങ്കിലും PMSBYയിൽ എന്ത് ചെയ്യാം? എലിജിബിൾ ആണെന്നാണ് പറയുന്നത് അല്ലേ. ഇനി ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഹെൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻ വൺ ഓർ ഡിഫറെൻറ്റ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ്, ദ പേഴ്സൺ വുഡ് ബി എലിജിബിൾ ടു ജോയിൻ ദ സ്കീം ത്രൂ വൺ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓൺലി. എന്താ പറയുന്നത്? ഒന്നിൽ കൂടുതൽ
ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു അക്കൗണ്ട് ത്രൂ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PMSBYയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആധാർ വുഡ് ബി ദ പ്രൈമറി KYC ഫോർ ദ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്. അപ്പം ആധാർ കാർഡാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന KYC ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം പ്രൈമറി KYC എന്ന് പറയുന്നത് ആധാറാണ്. ദ ആസ്പിറൻറ്റ് ഷുഡ് ഹാവ് ആൻ ആക്റ്റീവ് സേവിങ്സ് അക്കൗണ്ട്. ആക്റ്റീവ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണം ആർക്ക്, ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കല്ലേ. ദ ആസ്പിറൻറ്റ് വിൽ ഹാവ് ടു സൈൻ എ കൺസെൻറ്റ് ലെറ്റർ ഫോർ ദ ഓട്ടോ ഡെബിറ്റ് ഓഫ് പോളിസി പ്രീമിയം. നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇയർലി 20 രൂപ മാസം ഇയർലി ഇങ്ങനെ പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസെൻറ്റ് കൊടുക്കണം അല്ലേ. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെൻറ്റ് കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, ഒരു കൺസെൻറ്റ് ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്, ഓട്ടോ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി PMSBY സ്കീം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ദ പ്രീമിയം ഓഫ് ദ പോളിസി വുഡ് ബി ഓട്ടോ ഡെബിറ്റഡ് എവറി ഇയർ ഫ്രം ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പോളിസി ഹോൾഡർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇയർലി എന്ത് ചെയ്യണം, ഓട്ടോ ഡെബിറ്റ് ആവണമെങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ ഇഫ് എ പോളിസി ഹോൾഡർ എക്സിറ്റ് ദ സ്കീം ഫോർ എനി റീസൺ ഹി ഓർ ഷീ മേ ഗെറ്റ് എൻറോൾഡ് എഗെയിൻ ഫ്രം ദ സക്സീഡിങ് ഇയർ വിത്ത് ദ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എന്താ പറയുന്നത്, നമ്മളിപ്പം ആ സ്കീമിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പുറത്തു പോകേണ്ടി വന്നു, എക്സിറ്റ് ആകേണ്ടി വന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടുത്ത വർഷം ഇതിൽ ജോയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ. എൻറോൾമെൻറ്റ് മൊഡാലിറ്റി ഓർ പീരിയഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ പീരിയഡ് ഓഫ് PMSBY ഇൻഷുറൻസ് ഈസ് ഫ്രം 1st June to 31st May ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ. അപ്പം ഒരു വർഷം എന്ന് പറയുന്നത് 1st June തൊട്ട് May 31st വരെ ആയിരിക്കും ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നതെന്നാണ് പറയുന്നത്, ഇതിൻ്റെ പീരിയഡ് ആയിട്ട് വരുന്നത്. അപ്പം വൺസ് ദ ഇൻഷുറൻസ് ഈസ് അവെയിൽഡ് എ സം ഓഫ് ₹20 വിൽ ബി ഓട്ടോ ഡെബിറ്റഡ് ഫ്രം ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പോളിസി ഹോൾഡർ. അപ്പോൾ പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് 20 രൂപ വെച്ച് ഡെബിറ്റ് ആവും അക്കൗണ്ടിൽ നിന്ന് അല്ലേ. ഇനി ദ ഓട്ടോ ഡെബിറ്റഡ് ട്രാൻസാക്ഷൻസ് വിൽ ടേക്ക് പ്ലേസ് on or before 1st June for the coverage period 1st June to 31st May on an annual renewal basis. എന്താ പറയുന്നത്, ഒന്നെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ആവുന്നത് 1st June മുമ്പോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലോ ആയിരിക്കും. ഈ ഒരു ജൂൺ തൊട്ട് മെയ് വരെയാണ് കാലഘട്ടം എന്ന് പറഞ്ഞു, അതിനുള്ളിൽ എന്ത് ചെയ്യും, ഓട്ടോ ഡെബിറ്റ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ. വെർ ടു ബൈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. എങ്ങനെയാണ് നമ്മൾ ഇതിലൊരു അംഗത്വം എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. PMSBY ഈസ് അഡ്മിനിസ്ട്രേഡ് ത്രൂ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഓർ എനി അതർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് വിച്ച് ആർ ഇൻ ടൈപ്പ് വിത്ത് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. യു ക്യാൻ സബ്മിറ്റ് യുവർ PMSBY ആപ്ലിക്കേഷൻ ഫോം ടു ദ ബാങ്കർ ഇൻ വിച്ച് യു ഹാവ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ. അപ്പം ആ ഫോം ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഒഫീഷ്യൽ ജൻസുരക്ഷ വെബ്സൈറ്റ് @jansureksha.government.in ഈ ഒരു സൈറ്റിൽ കയറിയിട്ടുണ്ട്. ജനസുരക്ഷേൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, jansureksha.government.in എന്ന് പറഞ്ഞാൽ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ PMSBYൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെത്ത് ₹2 lakh, മരണം സംഭവിച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും അല്ലേ. ടോട്ടൽ ആൻഡ് ഇറക്കവറബിൾ ലോസ് ഓഫ് ബോത്ത് ഐസ് ഓർ ലോസ് ഓഫ് യൂസ് ഓഫ് ബോത്ത് ഹാൻഡ്സ് ഓർ ഫീറ്റ് ഓർ ലോസ് ഓഫ് സൈറ്റ് ഓഫ് 1 eye ആൻഡ് ലോസ് ഓഫ് യൂസ് ഓഫ് ഹാൻഡ് ഓർ ഫുഡ് ₹2 lakh. എന്താ പറയുന്നത്, 2 ലക്ഷമാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 2 കണ്ണും നഷ്ടപ്പെടുകയാണെങ്കിലും 2 ലക്ഷം രൂപ കിട്ടും. ഇനി അല്ലെങ്കിൽ 2 കൈയും നഷ്ടപ്പെടുകയാണെങ്കിലും 2 ലക്ഷം രൂപ കിട്ടും. 2 കാലും നഷ്ടപ്പെടുകയാണെങ്കിലും മൊത്തമായിട്ട് ഇറക്കവറബിളായിട്ട് ഇനി തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ടോട്ടൽ ആൻഡ് ഇറക്കവറബിൾ ലോസ് ഓഫ് സൈറ്റ് ഓഫ് 1 eye ഓർ ലോസ് ഓഫ് യൂസ് ഓഫ് 1 hand ഓർ ഫുഡ് ₹1 lakh. എന്താ പറയുന്നത്,
ഇനി മൊത്തമായിട്ട് രണ്ട് കൈയും പോയിട്ടില്ല, ഒരു കൈ മാത്രമാണ് പോയേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രമാണ് പോയതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാല് മാത്രമാണ് പോയതെങ്കിലും 1,00,000 രൂപ കിട്ടും. ഓക്കെ, ഒരു ഐക്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡിന് ഒരു ഫൂട്ടിനൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് 1 lakh എങ്കിലും, 2 കാല് 2 കയ്യ് 2 കണ്ണ് ഇങ്ങനെയാണ് പോയിരിക്കുന്നതെങ്കിൽ 2 lakh ആയിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ദ അഷ്വേർഡ് എമൗണ്ട് വിൽ ബി പെയ്ഡ് ടു ദ നോമിനി. നോമിനിക്കായിരിക്കും എമൗണ്ട് കിട്ടുക. ഓക്കെ, ഹൗ ടു ക്ലെയിം PMSBY ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം ബെനിഫിറ്റ്സ്. PMSBY scheme aim to cover death caused by accident and disability as confirmed by documentary evidence. ഇതെന്താ ചെയ്യുന്നത്? ഡെത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പം എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PMSBY സ്കീം വന്നിട്ടുള്ളത്. അതിന് എന്ത് വേണം? ഡോക്യുമെൻ്ററി എവിഡൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. This include road, rail and vehicular accident, drowning, death involving any crime, accident reported to police, snake bite, fall from a tree, other causes supported by immediate hospital record. എന്തൊക്കെയാണ് പറയുന്നത്? ഇതിൽ വരുന്നത് ഏതൊക്കെ ടൈപ്പാണെന്നാണ് പറയുന്നത്. ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏതിനൊക്കെയാണെന്ന് പറയുന്നത്. റോഡ് മാർഗം സംഭവിച്ചത്, റെയിൽ മാർഗം, വാഹനം ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ മുങ്ങിത്താഴ്ന്നുള്ള മരണം, അതുപോലെ ഡെത്ത്, എന്തെങ്കിലും ക്രൈമൊക്കെ കാരണം ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റ് മരിക്കുക, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുക, അതുപോലെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ എന്ത് കിട്ടും? PMSBY സ്കീം വഴി ഇൻഷുറൻസ് ലഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ക്ലാസ് നല്ലപോലെ കാണുക. ഇതിപ്പോൾ ഒരു സെക്യൂരിറ്റി സ്കീം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത സെക്യൂരിറ്റി സ്കീം അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ലപോലെ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.